ഇത്രയും മുതുക്ക് സ്റ്റെപ്പുകൾ കയറണം. ശബരിമലയ്ക്ക് പോവേ. നിനക്ക് പേടിയൊന്നുമില്ല നേഹ? നേഹ എനിക്ക് ആദ്യം ഓടിയിടുന്നെങ്കിൽ തോന്നുന്നുണ്ട്. പേടിക്കാനും വേണ്ട ഈ ബുദ്ധി. ബ്രീത്ത് ഔട്ട് എനിക്കില്ലല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അധികം പരിചയമില്ലാത്തൊരു സ്ഥലത്താട്ടാ. ഏർക്കാട് എന്ന് കേട്ടിട്ടുണ്ടാ? ഇവിടെ നിന്ന് ഒരു 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണത്. അപ്പൊ പോണ വഴി കാണാൻ നല്ല രസാട്ടാ, നല്ല മലയും അടിപൊളിയാണ്. പക്ഷെ ഇവിടെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. അത് കാരണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനേ, അതല്ലെങ്കിൽ ഒരു ബിസി ലൈഫിൽ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് കട്ടായിട്ട് എവിടെ ഇരിക്കാനുള്ള പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടാ. ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി KGF മൈനിങ് നടക്കാൻ പോലത്തൊരു അത്രയും നല്ലൊരു വ്യൂ കാണാം. നമ്മളിപ്പോ ഇങ്ങനെ പോണ വഴി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയതാട്ടോ, നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട് പ്ലാസ്റ്റിക് കവറെല്ലാം ചട്ടിയത്. അപ്പൊ നമ്മളിനി നേരെ നമ്മുടെ സ്റ്റേക്കേഷനിലെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മളപ്പോ ഇവിടത്തെ ലേക്കിന്റെ അവിടേക്ക് എത്തിട്ടോ. അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 rupees ആണ്. ചെറിയതേ കണ്ടോ, ലേക്ക് ബോട്ടിങ് കാര്യങ്ങള് അതിന് വേണ്ടിയിട്ടൊക്കെ പോവാം. ഇപ്പുറത്തെ ഒരു കുഞ്ഞിയ ബൊട്ടാനിക്കൽ പാർക്കൊക്കെ ആട്ടോ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. വിശന്ന് ബുക്കാറോ ചിന്നുകുട്ടിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയിട്ട് ഫുഡ് ഞാൻ ഇവിടെ ആട്ടോ നമ്മുടെ സ്റ്റേ. സ്ഥലത്തിന്റെ പേരെന്തിട്ടായിരുന്നു? പേര് പറഞ്ഞു കാണിച്ചു തരാം. അതിന് തന്നെ ഇത്രയും മുതുക്ക് സ്റ്റെപ്പുകൾ കയറണം. ശബരിമലയ്ക്ക് പോവേ. ഒരു എസ്തെറ്റിക് വ്യൂ ഒക്കെ ഉണ്ടല്ലേ? കിതക്കുണ്ടോ? അങ്ങനെ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ഒരു കുഞ്ഞു വില്ല സെറ്റപ്പ് പോലെ കേട്ടാ. ഉള്ളിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയിട്ട് നല്ല വ്യൂ ആണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനത്തെ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടണേ. നടന്നു വരുമ്പോ ചെറിയൊരു കിതക്കനൊക്കെ ഉണ്ടാവും കേട്ടാ. ഇതാണ് നമ്മുടെ വില്ല കണ്ട. ഇരിപ്പായ ഇതാണ് റൂം. നല്ലൊരു വാഷ്റൂമും ഉണ്ട്. പിന്നെ ഒരു ഇത് ഹാള്, ഇവിടെ ലാവിഷായിട്ട് ഇരിക്കാനുള്ള സ്പേസ്, ഒരു TV, പിന്നെ ഇപ്പുറത്തൊരു റൂം, പിന്നെ ഇവിടെയും ഒരു വാഷ്റൂം, ഒരു കബോർഡ് എല്ലാം ഉണ്ട് ഗൈസ്. അല്ല പിന്നെ വൈഫൈ ഫ്രീ ആണ് അതുകൊണ്ട്. അപ്പൊ നമ്മൾ സെറ്റിലായിട്ട് പിന്നെ പുറത്ത് പോകുമ്പോ കാണാം ഗൈസ്. നമ്മൾ റൂമിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ അല്ലേ, ആ സ്കൈ പാർക്കിലേക്ക് എത്തിയാണ് കേട്ടോ. അതെ, ഇവിടെ നമ്മുടെ ജെയിന്റ് സ്വിങ്, ബഞ്ചൈമിങ് അങ്ങനെ തന്നെയല്ലേ അതിനെ പറയാ. അങ്ങനെ എന്താണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പാക്കേജ് ഒക്കെ ആയിട്ട് കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ചില ഐറ്റംസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കേറാട്ടോ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ജെയിന്റ് സ്വിങ്. ധൈര്യം ഉണ്ടാ വരെ വന്നപ്പോഴേ ഒരു ആന്തരി. അപ്പൊ ജ്യോതിസിന്റെ ഫാൻ്റെ അടുത്ത് കുടിക്കാൻ വേണ്ടിട്ട് വണ്ടിക്ക് പോയി. നമ്മൾ നോക്കിയപ്പോ ഇവിടെ ആൾക്കാരില്ല, ഡയറക്റ്റ് കയറുക. എനിക്കത് പേടിച്ചിട്ട് സത്യം പറഞ്ഞ കാലൊക്കെ വറച്ചിരിക്കുകയാണ്. എന്തായാലും ചെയ്യണമല്ലോ. കണ്ടില്ലേ വെള്ളം കുടിച്ചോണ്ടിരിക്കണ്, പേടിച്ചിട്ടാണൊക്കെ.
ഇത് കൂടാണ്ട് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. 1000 രൂപയ്ക്ക് സ്കൈ സൈക്ലിംഗ്, ജിപ്പ് ലൈൻ, അങ്ങനെ ഒരു പാക്കേജ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ രാവിലെ 9:30 ടു ഈവനിങ് 5:30 വരെ ഉള്ളൂ. പിന്നെ 6:30 ടു രാത്രി വരെ വേറെ നൈറ്റ് പാർക്ക്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. നമുക്ക് എന്തായാലും അവർ വരുന്നുണ്ട്, കേറി പോവാം. നമ്മളെ ഇതിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. നിനക്ക് പേടിയൊന്നുമില്ലേ? നേരിക്ക് ആദ്യം ഓടിയിടുന്നെങ്കിൽ തോന്നുന്നുണ്ട്. പേടിക്കാതെ വേണ്ട ഒരു ബുദ്ധി. പബ്ജിയിൽ ഇറങ്ങിയ പോലെ ചോറ് തൈര് ഷൂ തന്നെ. ബ്രീത്ത് ഔട്ട് എനിക്കില്ലല്ലോ. സീറ്റോടെ എല്ലാം വള്ളിയില്ലേ നോക്കിയോ. നിനക്ക് കിട്ടിയില്ല. നിന്റെ തലയ്ക്ക് പ്രാധാന്യമില്ല. എനിക്ക് ചട്ടി കിട്ടിയില്ല. ഇവിടെ നിക്കുമ്പോ എന്നെ കാലു ഇറക്കിയ അമ്മച്ചേ മതി മതി പോതും പോതും പോതും. നമ്മള് ഇവിടത്തെ അഡ്വെഞ്ചർ കഴിഞ്ഞിട്ട് സൂപ്പർ ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം വന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്വാസം വന്നത്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇവിടെ നേരെ നമ്മളെങ്ങടെ പോണേ? ഇവിടെ നേരെ എങ്ങടെ പോണേ അറിയില്ല, അറിയുമ്പോ പറഞ്ഞുതരാം. ചോദിച്ചിട്ട് വരാം. അവിടെ നിന്ന് ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെയാണ് പഗോഡ വ്യൂ പോയിന്റ്. കുറെ ഇഷ്ടംപോലെ കടകളൊക്കെ സൈഡ് കാണാം, തിന്നാനും വാങ്ങാനും. അടുത്തടുത്താട്ടാ. അപ്പൊ അത് കാരണം എത്തിപ്പെടാനൊക്കെ ഭയങ്കര സുഖമുണ്ട്. പോവാം. ഓറഞ്ച് എടുത്താൽ ഞാൻ അവള് പറഞ്ഞ സാധനം പിടിച്ചു. നല്ല പിടിക്കുക, കൊച്ചിനെ പിടിക്കണ പോലെ എന്ന് തോക്കിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കേ. ഓ ഇങ്ങനെ എവിടെ പോയി? ഇതിൽ കൂടെ നോക്കണോ? 3 കാണുന്നില്ലല്ലേ? ഒരെണ്ണെങ്കിലും നോക്കാണ്ട് പൊട്ടിച്ചതാ. ഈശ്വര വെയിറ്റ് ഉണ്ടല്ലോ അടി. എനിക്കിത് പൊങ്ങണില്ല. മേലേക്ക് വിടാം. ഒന്ന് സോറി ഇഷ്ടപ്പെട്ടു. 6 7 വലിച്ചു വിടും അപ്പ. എങ്ങോട്ടാ? ലേക്ക്.
ഗൈസ്, അപ്പൊ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.